പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവ് നഗറിൽ കോടതി വിധിയുടെ പേരിൽ 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വീണ്ടും പോലീസ് ശ്രമം. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ വിഷയത്തിൽ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി തർക്കഭൂമിയിൽ റീസർവേ നടപടികൾ ഉടൻ ആരംഭിക്കാൻ ധാരണയിൽ എത്തിയിരുന്നു. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ ഒഴിപ്പിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയിട്ടുള്ളത്. MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിൽ ഭൂമി അളക്കാനുള്ള നീക്കം നാട്ടുകാർ തടയുന്നു. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, കഴിഞ്ഞ ദിവസം ഇതുപോലെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കുടിയൊഴിപ്പിക്കൽ താൽക്കാലികമായി തടഞ്ഞത്. ഇന്നിപ്പോൾ വീണ്ടും നടപടിയുമായി ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഏതു രീതിയിലാണ് അവിടെ നാട്ടുകാരുടെ ഒരു പ്രതികരണം? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ രീതിയിൽ വലിയ പോലീസ് സന്നാഹവുമായി വന്നാണ് ഇവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കാനും ഈ അളക്കലടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ശ്രമം നടന്നത്. അന്ന് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ന് സ്വാഭാവികമായും ഇവിടെ വന്ന് അളക്കാനുള്ള നടപടികൾ, അത് കൃത്യമായ നടപടികൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ ഈ ഭൂമി അളക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം ഇവിടെ MLA അടക്കമുള്ളവർ സമ്മതിക്കായിരുന്നു. കാരണം നാട്ടുകാരുമായി അടക്കം കൂടി ആലോചിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. കാരണം അത് എല്ലാ നടപടികളും പാലിച്ചുകൊണ്ട് മാത്രമേ ഈ അളക്കലടക്കമുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂവെന്ന് ശ്രീനിജൻ MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ പ്രദേശവാസികളും എല്ലാം ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് അപ്പുറത്തേക്ക് നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അടക്കം കടന്നുകൊണ്ട് ഈ സർവേ നടപടികൾ മുന്നോട്ട് പോയത് പിന്നീട് ചോദ്യം ചെയ്യുകയായിരുന്നു. കാരണം ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൃത്യമായ നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ MLA അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ MLAയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. സാർ, ഇപ്പോൾ രാവിലെ ഒരു നടപടികളുമായി സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നു പൊതുവെ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വേണ്ടത്ര നടപടികൾ പാലിക്കാതെയാണല്ലോ ഇവർ ഇത് പോകുന്നത് മുന്നോട്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ ഞങ്ങളെല്ലാം തയ്യാറാണ്. പക്ഷെ ഇതിൽ അളവ് ഞങ്ങൾ രാവിലെ തൊട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊരു തർക്കം വന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് കോടതിയുടെ ഉത്തരവല്ല, അവരുടെ നിയമവിരുദ്ധമായിട്ട് ഒരു നോട്ടീസും കൊടുക്കാതെ സ്വകാര്യ വ്യക്തികളുടെ അടക്കം പെരിയാർ വാലിയുടെ അടക്കം ഭൂമി അളന്ന് തിട്ടപ്പെട്ടി കല്ലിടാൻ പോകുന്ന ഒരു സമീപനത്തിലാണ് ഞങ്ങൾ തടഞ്ഞത്. പെരിയാർ ഗവൺമെന്റ് ഒരു ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പെരിയാർ വാലിക്കോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കോ റവന്യൂനോ ഒന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആ നിയമപ്രശ്നം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. അത് മുന്നോട്ട് പോകാൻ അവർക്ക് ഇത് ഇനി തടയേണ്ടിയായിട്ട് വരും. നമ്മളെ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ റോഡിന് 1 മീറ്ററും കൂടെ വീതിയുണ്ട്. പക്ഷെ ഇവര് കല്ലിടാൻ ഇവിടെയാണ്. ഈ പെരിയാർ വാലിയുടെ പുറമ്പൊക്കെ എത്രയുണ്ടെന്ന് നിജപ്പെടുത്താതെ എങ്ങനെ കല്ലിടും? അപ്പോൾ ഇത് നിയമം പാലിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണേ. അതാ തർക്കം. കോടതിക്കെതിരല്ല, നടപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞു. യാതൊരു ഒബ്ജക്ഷൻ ഞങ്ങൾ പറഞ്ഞില്ല, ഇനിയും പറയുന്നില്ല. മറിച്ച് കോടതി വിധി എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ നോക്കുന്ന കാര്യം നിയമവിരുദ്ധമാണ്. ഈ കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ഇതൊരു പുറമ്പോക്ക് ഭൂമിയുടെ സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നപ്പെട്ട ഹൈക്കോടതി തീർച്ചയായിട്ടും അവിടെ ചെറിയ രീതിയിൽ, അതായത് സർവേ തുടങ്ങാനുള്ള ഒരു സാധ്യത മുൻനിർത്തി അവിടെ ചെറിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം സർവേ ഉദ്യോഗസ്ഥരെ തടയാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് ഇപ്പോൾ പോലീസ് അവരെ പിടികൂടാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ചെറിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഒരു വിഭാഗം ആളുകളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ ഈ ഒരു ഭൂമിയിലേക്ക് ഇപ്പോൾ ആളുകൾ വന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഈ ഒരു സർവേ നടപടികളടക്കം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ചെറിയൊരു തർക്കം. അതായത് അതിപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള, അതായത് ഈ കല്ലിടാനുള്ള ഒരു നീക്കമാണ് നടന്നത്. പക്ഷേ അത് അനുവദിക്കില്ല എന്നൊരു നിലപാട് നാട്ടുകാരിൽ നിന്ന്. കല്ലിടാനുള്ള സാമഗ്രികളുമായി അടക്കമാണ് വാഹനം എത്തിയത്. കല്ലിടില്ല എന്ന് അല്പം മുമ്പ് MLAക്ക് ഉറപ്പ് നൽകിയതാണ് ഈ ഉദ്യോഗസ്ഥർ. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും കല്ലിടാൻ വേണ്ടി, അതായത് ഈ ഒരു സമയത്തിന് അപ്പുറത്ത് MLA അടക്കമുള്ളവരുമായി ചർച്ച നടന്നുകൊണ്ട സമയത്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മറുഭാഗത്തുകൂടി, അതായത് ഇപ്പൊ അവിടെ ഉറപ്പ് കല്ലിടാനില്ലെന്നല്ലേ, എന്നിട്ട് ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറെ ദിവസമായി ഇത്തരത്തിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കൂടി നമ്മൾ നോക്കി കാണുന്നുണ്ട്. കാരണം അല്പം മുമ്പ് MLA അടക്കമുള്ളവർക്ക് ഇവിടെ കല്ലിടില്ല എന്ന ഈ സർവേക്ക് പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവ് നഗറിൽ കോടതി വിധിയുടെ പേരിൽ 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വീണ്ടും പോലീസ് ശ്രമമാണ്. അവിടെ ചെറിയ തരത്തിലുള്ള സംഘർഷം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. PV ശ്രീനിജൻ MLAയുടെ നേതൃത്വത്തിലാണ് ഭൂമി അളക്കാനുള്ള നീക്കം. അത് നാട്ടുകാർ തടയുകയാണ്. വിവരങ്ങളാണ് ആസിഫ് നൽകിയത്.